ഈ ഗാലറിയിൽ എത്തിയിട്ട് നമ്മളിതിങ്ങനെ വീക്ഷിച്ചോണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ ഗാലറിയിൽ എത്തി. ഇവിടെ ചെന്നപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഈ ഒരു പിക്ചർ വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഷഫീർ സിദ്ദീഖ് എന്ന് വായിച്ചിട്ട് തന്നെ നമുക്ക് കത്തി. നോക്കിയപ്പോൾ വേറെ ആരല്ല, നമുക്ക് നമ്മുടെ ചങ്ക് ഗാലറിയിൽ ഇവിടെ വരച്ചിട്ട് നോക്കിയ 3D എഫക്റ്റ് ഉള്ളത്. സംഭവം സൂപ്പർ. താങ്ക് യു. ഇത് എങ്ങനെയാണ് ഇതിന്റെ, എന്താണ് ഇതിന്റെ തീം? ഈ ഒരു മേലത്തെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈ ഭൂമിയിൽ ഉള്ള ഓരോ ജീവജാലങ്ങൾക്കും ഓരോ സ്പേസ് ദൈവം കൊടുത്തിട്ടുണ്ട് ഈ വേൾഡിൽ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് വരച്ചിട്ടുള്ളത്. നമുക്ക് ചുറ്റുമുള്ള ഓരോ ജീവജാലങ്ങളെയും റെസ്പെക്ട് ചെയ്യണം, അവർക്ക് ജീവിക്കാനുള്ള സ്പേസ് കൊടുക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹോഴ്സ് എപ്പോഴും നമുക്ക് അത് ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു എനർജറ്റിക് പോസിറ്റീവ് ഫീൽ ഉണ്ടാവും. ഇതിനെ പറഞ്ഞാൽ നമ്മൾ എൻഡുറൻസ് എന്നാണ് ഇതിനെ പറയാ. എപ്പോഴും നമ്മൾ ആക്റ്റീവ് ആയിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക. അപ്പോൾ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ, ചില ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. ഇതിനെ പറഞ്ഞ എൻഡുറൻസ്. നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുക, സ്പോർട്സിൽ ഏർപ്പെടുക, അപ്പോൾ തന്നെ നമുക്കൊരു ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതാണ് എൻഡുറൻസ് എന്ന് പറയുന്നത്. നമ്മളെ പ്രകൃതിയിലൂടെ നടക്കുമ്പോൾ നമ്മൾ പ്രകൃതിയിലെ ചുറ്റുപാടും കാണുന്ന ഇലകളായാലും കല്ലുകളായാലും വൃക്ഷങ്ങളായാലും എല്ലാത്തിനും അതിൻ്റെതായ ധർമ്മമുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും പ്രകൃതിനെ കാത്തു സൂക്ഷിക്കുക, അതിനെ റെസ്പെക്ട് ചെയ്യുക. ഓരോന്നിനും അതിൻ്റെതായ ധർമ്മങ്ങളുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിലും പ്രകൃതിയിലും പച്ചപ്പ് നിറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രകൃതിയെ റെസ്പെക്ട് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പിക്ചർ വരച്ചിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, പ്രകൃതിയിലൂടെ നടക്കുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു ഹാപ്പിനെസ് ഉണ്ടാവും. അത് മാത്രമല്ല, നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കുമ്പോഴും നമ്മളൊരു പക്ഷേ ഇനി തിരിച്ചു വരില്ല എന്നുള്ള രീതിയിൽ നടന്നാൽ മാത്രമാണ് ചുറ്റുപാടുള്ളതിനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റും. ഫിറോസ് ഭായ് ഒന്ന് സൂം ചെയ്തേ നോക്കി. ഓരോ സംഭവങ്ങളും വളരെ മൈന്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു എഫക്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും നമ്മളിവിടെ നോക്കുമ്പോ ഒരു കാടിനുള്ളിലേക്ക് നോക്കുന്ന ആ ഒരു ഫീല്, മരങ്ങള്, അതിന്റെ ആ വ്യൂ ഒക്കെ. അതുപോലെ തന്നെ ഇങ്ങോട്ട് മേലേക്ക് വന്നു കഴിഞ്ഞാല് ഇതൊരു രക്ഷയില്ല. നമ്മള് മൈക്രോ ലെൻസ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ശലഭത്തിന്റെ ഫോട്ടോ എടുക്കണ എങ്ങനെ ആ ഒരു ഫീല് കറക്റ്റ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. എന്തായാലും ഷഫീർ ഭായ്, നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഷഫീർ ഭായിയുടെ ഒരു ഇൻട്രോ, എന്താണ് ഷഫീഖ് ഭായ്, എവിടുന്നാണ് വരുന്നത്, എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളത് കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് സെറ്റായി. ഞാന് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ കെട്ടുങ്ങൽ എന്ന് പറയുന്ന മനോഹരമായ ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ ഖത്തർ എനർജിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇപ്പൊ ഇവിടുത്തെ ഫ്രീ ടൈമിൽ, എനിക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ ഞാൻ ഈ പെയിന്റിങ് പ്രാക്ടീസ് ചെയ്യുന്നു ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട്. അപ്പോൾ പ്രകൃതിയിലുള്ള സന്തോഷങ്ങളും വേദനകളും ചിത്രങ്ങളിലൂടെ പകർത്താനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോരാത്തതിനെ ഭയങ്കര ഒരു ഫിറ്റ്നസ് ഫ്രീക്ക് കൂടെയാണ്. നമുക്ക് ഏറ്റവും ഗുണം എന്ന് പറഞ്ഞാൽ, ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളൊരു സൈക്ലിസ്റ്റാ. അതും കൂടെ ഇപ്പോ നമ്മളെ ബെസ്റ്റ് ബഡിയാ. എന്തായാലും ഗോഡ് ബ്ലെസ് യു മാൻ. താങ്ക് യു.